നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കുതിരാനിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. കാട്ടാനയെ മയക്കുവെടിവെച്ച് തുരത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന കൊടുങ്ങല്ലൂർ ചാവക്കാട് ദേശീയപാത മരണപ്പാതയാകുന്നു. ദേശീയപാത നിർമ്മാണ സാമഗ്രികളുമായി തലങ്ങും വിലങ്ങും ഓടുന്ന ടോറസ് ലോറികളാണ് അപകടത്തിനിടയാക്കുന്നത്. അരിമ്പൂരിൽ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിന്റെ മാനേജറുടെ കാർ തീവച്ച് നശിപ്പിച്ചു. പുല്ലഴി സ്വദേശി ഹരികൃഷ്ണന്റെ കാറാണ് കത്തിച്ചത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപിള്ളയ്ക്ക്. മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അംഗീകാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കർഷക മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ വായ് മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. കേരളത്തെ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോൾ കർഷകർ ദുരിതത്തിലേക്കാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സൗണ്ട് ഓഫ് മ്യൂസിക് തൃശൂരിന്റെയും വേൾഡ് മലയാളി കൌൺസിൽ തൃശൂർ ചാപ്റ്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള പിറവി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രൊഫസർ SK വസന്തൻ ഉദ്ഘാടനം നിർവഹിച്ചു. എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് സർവീസ് അടുത്ത ആഴ്ച മുതൽ സമയക്രമം പ്രഖ്യാപിച്ച് ഉത്തരവിറങ്ങി. KSR ബാംഗ്ലൂരുവിൽ നിന്ന് ട്രെയിൻ രാവിലെ 5:10 പുറപ്പെടും. ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. 2:20 മടക്കയാത്ര ആരംഭിക്കുന്ന ട്രെയിൻ രാത്രി 11 ബംഗളൂരുവിലെത്തും. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വില സിലിണ്ടറിന് 4 രൂപ കുറച്ചു. ഇതോടെ 19 കിലോ സിലിണ്ടറിന് 1599 രൂപയും കഴിഞ്ഞ മാസം പാചകവാതക വില സിലിണ്ടറിന് 16 രൂപ കൂട്ടിയിരുന്നു. കത്തോലിക്ക സഭ ഇന്ന് മരിച്ചവരുടെ ഓർമ്മ ദിനം ആചരിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിലും സെമിത്തേരികളിലും പ്രത്യേക പ്രാർത്ഥനാ തിരുകർമ്മങ്ങൾ നടന്നു. പഴുവിൽ ഫെറോന പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ മരിച്ചവരുടെ ഓർമ്മ ദിനം ആചരിച്ചു. ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ മരിച്ചവരുടെ ഓർമ്മ ദിനം ആചരിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. ചേർപ്പ് CNN ബോയ്സ് സ്കൂളിൽ കേരള പിറവി ദിനം ആഘോഷിച്ചു. അധ്യാപിക P സജിത സന്ദേശം നൽകി. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്നവർ BJP അംഗത്വം സ്വീകരിച്ചു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ അംഗത്വം നൽകി സ്വീകരിച്ചു. വടക്കാഞ്ചേരി മേൽപ്പാലം ബൈപ്പാസ് റോഡിൽ കാറും വാനും കൂട്ടിയിടിച്ച് അപകടത്തെ തുടർന്ന് പാർസൽ സർവീസ് വാൻ മറിഞ്ഞു. പരിക്കേറ്റ വാൻ ഡ്രൈവറെ കുത്താമ്പുള്ളി സ്വദേശി ജയനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ പുന്നപ്ര സ്വദേശി രാമചന്ദ്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവിധ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ എരുമപ്പെട്ടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വടക്കാഞ്ചേരി ഏരിയ വൈസ് പ്രസിഡന്റ് സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. 4.25 കോടി രൂപ ചിലവഴിച്ച് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച വെളുത്തൂർ വിളക്കുമാടം BMBC റോഡും അരിമ്പൂർ പഞ്ചായത്തിന്റെ നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നാടിന് സമർപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. ഗുരുവായൂർ മണലൂർ നിയോജക മണ്ഡലങ്ങളിലെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുള്ള പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുനരവലോകന പരിശീലനം നൽകി. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായി K രേഖ, R മനോജ്, ES സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസാദ് നമ്പൂതിരിയെ കൊരേച്ചാൽ ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റി ആദരിച്ചു. ക്ഷേത്ര മേൽശാന്തി വെങ്ങേശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി, പ്രസിഡന്റ് കൊച്ചുണ്ണി K കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പുകശ്ശേരിക്കാരൻ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. പാവറട്ടി കോഴിത്തോട് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അളവെടുപ്പ് പൂർത്തിയായി. ചിറ്റാട്ടുകര റോഡിൽ നിന്ന് തുടങ്ങി മൃഗാശുപത്രി പരിസരം വരെയാണ് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുന്നത്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ കൊടുങ്ങല്ലൂർ രാജയോഗ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിക്കും. പെരിങ്ങാട് സെന്റ് തോമസ് പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 7, 8, 9 തീയതികളിലായാണ് തിരുനാൾ. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര SI K അജൽ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തൈറോയ്ഡ് മെഷീൻ പ്രവർത്തന സജ്ജമായി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു.
മുല്ലശ്ശേരി BRCയുടെ കീഴിൽ പഠിക്കുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പാവർട്ടി ലയൺസ് ക്ലബ് ഡയപ്പർ ബാങ്ക് സമർപ്പിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഏനാമാവ് പെരിങ്ങോട്ടുകര ചെത്തുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ രക്തസാക്ഷി ദിനാചരണവും പൊതുസമ്മേളനവും നടത്തി. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഗാ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ കുടുംബശ്രീ CDS 1 വാർഷികാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി MS ബനാത്ത് യത്തീംഖാനയിൽ 5 പെൺകുട്ടികൾ കൂടി വിവാഹിതരായി. സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ 125 നമ്പർ അംഗനവാടി പ്രവേശനോത്സവം നഗരസഭാ കൌൺസിലർ സുബിത സുധീർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് V ചന്ദ്രൻ മുഖ്യാതിഥിയായി. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 25 രൂപയുടെ കുറവാണ് ഉണ്ടായത്. 90,200 രൂപയാണ് ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില. വല്ലച്ചിറ കുടുംബശ്രീ CDS വാർഷികം ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A മനോജ് ഉദ്ഘാടനം ചെയ്തു. JCI ചാലക്കുടിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നവംബർ 2 നടക്കും. ഔട്ട്സ്റ്റാൻഡിംഗ് യങ് പേഴ്സൺ പുരസ്കാരം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കമൽപത്ര അവാർഡ് C ക്രിസ്റ്റോ തോമസ് എന്നിവർ ഏറ്റുവാങ്ങും. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി തെക്കുംകര പഞ്ചായത്തിലെ പനങ്ങാട്ടുകര വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ, വാർഡ് കമ്മിറ്റി ഭാരവാഹികളായ വിജോയ് കുറ്റിക്കാടൻ, VR ശ്രീകാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകും. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച പറപ്പൂർ സെന്റ് ജോൺസ് സ്കൂളിൽ തുടക്കമാകും. 4 ദിവസങ്ങളിലായി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി LP വിദ്യാലയങ്ങളിൽ സജ്ജീകരിച്ച 25 വേദികളിലായിട്ടാണ് കലാമത്സരങ്ങൾ അരങ്ങേറുന്നത്. പട്ടികജാതി ക്ഷേമ പ്രവർത്തനത്തിന് അനുവദിച്ചതിൽ 28 കോടിയിലധികം രൂപ ചിലവഴിക്കാത്ത തൃശൂർ കോർപ്പറേഷൻ വിവരാവകാശ രേഖ പുറത്തുവിട്ട BJP പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട്. തിരുവനന്തപുരത്ത് നടന്ന കേരള സ്കൂൾ ഒളിമ്പിക് ഗെയിംസിൽ വിജയികളായ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. തങ്ങാലൂരിൽ നടന്ന കേംബ്രിഡ്ജ് കൾച്ചറൽ ഫെസ്റ്റിവലിൽ 237 പോയിന്റുമായി ദേവമാതാ CMI ഇന്റർനാഷണൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 142 പോയിന്റുമായി ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് തൃശൂർ 2ാം സ്ഥാനവും 123 പോയിന്റുമായി GPS ഇന്റർനാഷണൽ സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നാമധേയത്തിലുള്ള സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിക്കും. കേരളപ്പിറവിയോടനുബന്ധിച്ച് ആയുർവേദ ചികിത്സാ രംഗത്തെ സുഹൃതം 98 വയസ്സ് പിന്നിട്ട ഊരകം ക്ലായിശ്ശേരി നാരായണൻ വൈദ്യരെ ചേർപ്പ് മഹാത്മാ കൾച്ചറൽ ഫോറം ആദരിച്ചു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി പൊന്നാടയണിയിച്ചു. കാർഷിക സർവകലാശാലയിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള ഫീസ് കുറയ്ക്കാൻ തീരുമാനം. ബിരുദ കോഴ്സുകൾക്ക് 50%, PGക്ക് 40% ഫീസ് കുറയ്ക്കും. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ വാർഷികം ആഘോഷിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് ഉദ്ഘാടനം ചെയ്തു. കേരള സർവോദയ മണ്ഡലത്തിന്റെയും കേരള മഹാത്മജി സാംസ്കാരിക വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മരണ പുതുക്കി. സർവോദയ നേതാവ് M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.